ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന ദൈവം നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വലിയ ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതായിരിക്കുന്ന കാര്യം, അവിടെ യോസഫ് രാജ്യത്തെ രണ്ടാമനായിട്ട് മാറുന്നതാണ്. തൻ്റെ മേലുണ്ടായിരുന്ന വാഗ്ദത്തങ്ങൾ അവിടെ ജീവൻ പ്രാപിക്കുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. യോസഫിന് 2 മക്കൾ ഉണ്ടാകുന്നത് പറഞ്ഞാണ് ആ അധ്യായം അവിടെ തീരുന്നത്. 2 മക്കൾ തൻ്റെ മൂത്ത മകൻ ആസനത്തിന് ജനിച്ചതായിരിക്കുന്ന സമയത്ത് അവന് മനശ്ശെ എന്ന് പേരിട്ടു. മനശ്ശെ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ കഷ്ടതകൾ അല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങൾ എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ആദിജാതന് മനശ്ശെ എന്ന് പേരിട്ടു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, തൻ്റെ ജീവിതത്തിൽ നിന്ന് ആ സങ്കടങ്ങൾ മുഴുവൻ ഉണ്ടായതായിരിക്കുന്നു. ഒത്തിരി നിരവധി ബുദ്ധിമുട്ടുകൾ തൻ്റെ ജീവിതത്തിനകത്ത് ഭാരങ്ങളെല്ലാം കടന്നു വന്നത്, അതെല്ലാം ദൈവം തന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞാണ് ആ മകന് ആ പേരിടുന്നത്. രണ്ടാമത്തെ മകനായിരിക്കുന്ന എഫ്രൈമിന് അതുപോലെ പേരിടുമ്പോൾ ദൈവം എന്നെ ആ സന്താനങ്ങളെ തന്നു, എന്നെ ഫ്രൂട്ട്ഫുള്ളാക്കി എന്ന് പറഞ്ഞാണ് അവിടെ ആ മകന് പേരിടുന്നത്. അപ്പോൾ തൻ്റെ ജീവിതത്തെ തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ ആ ദൈവം കൊടുത്തതായിരിക്കുന്ന നന്മകൾ വളരെ വലുതാണെന്ന് യോസഫ് തിരിച്ചറിഞ്ഞ് അങ്ങനെ 2 തലമുറകൾക്കും വളരെ അർത്ഥവത്തായി ഇരിക്കുന്നതായിരിക്കുന്ന പേരുകളെല്ലാം ഇട്ട് ആ അധ്യായം അവസാനിക്കുന്നു. താഴേക്ക് നമ്മൾ വായിക്കുന്നത്, ഇന്ന് 42 അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ വായിക്കുന്നതായിരിക്കുന്ന കാര്യം, മിസ്രയീമിൽ ധാന്യമുണ്ടെന്നറിഞ്ഞ് യാക്കോബ് അറിയുന്നു. യാക്കോബ് തൻ്റെ 10 മക്കളെ അവിടെ അയക്കുന്നതാണ് ഇന്നത്തെ ഭാഗം. ഈ 10 മക്കളും അവിടെ യോസഫിനെ കാണുന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ 1-ാം വാക്യത്തിൽ മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട് പറയുകയാണ്, നിങ്ങൾ തമ്മി നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രയീമിൽ ധാന്യമുണ്ട്, അവിടെ ചെന്ന് നമുക്ക് വേണ്ടുന്നതായിരിക്കുന്ന ധാന്യം കൈക്കൊള്ളുവിനെന്ന് പറഞ്ഞ് ഈ 10 പേരെയും അയക്കുക. 10 പേരെ അയക്കുമ്പോഴും അവിടെ നമുക്കറിയാം റാഹേലിൻ്റെ ഇളയ മകനായിരിക്കുന്ന ബെഞ്ചമിനുണ്ട്. ആ ബെഞ്ചമിനോട് ഭയങ്കരമായിരിക്കുന്ന സ്നേഹമാണ്. യോസഫിനോടായിരുന്നു കൂടുതൽ സ്നേഹമുണ്ടായിരുന്നത്, യോസഫ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജോസഫിൻ്റെ അനുജനായിരിക്കുന്ന ബെഞ്ചമിനോട് വളരെ സ്നേഹമാണ് ഈ യാക്കോബിന് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ യാക്കോബ് ബെഞ്ചമിനെ മാത്രം അവിടെ വിടുന്നില്ല, തൻ്റെ കൂടെ നിർത്തിയിട്ട് ബാക്കി 10 തൻ്റെ മക്കളെയും ധാന്യം കൈക്കൊള്ളുവാനായിട്ട് മിസ്രയീം ദേശത്തേക്ക് അയക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഭാഗം വായിച്ചു കഴിയുമ്പോൾ അവർ ആ ദേശത്തെത്തുകയാണ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും, യോസഫ് ദേശത്തിന് അധിപതിയായിരുന്നു, അവൻ തന്നെ ആയിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസഫിൻ്റെ സഹോദരന്മാർ വന്നു അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അല്ലേ, അവിടെ ആ വാക്യമാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യും. അവിടെ പറഞ്ഞിരിക്കുന്നു, യോസഫിൻ്റെ സഹോദരന്മാർ വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അല്ലേ, ഇത് നമ്മൾ എവിടെയാണ് ഈ സാഷ്ടാംഗം നമസ്കരിച്ചു എന്നുള്ളത് നമ്മൾ മുന്നവേ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമുണ്ട്. യോസഫിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ അവിടെ കാണുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്, യോസഫ് കണ്ടതായിരിക്കുന്ന 2 സ്വപ്നം. ഒന്ന്, വയലിലെ കറ്റകൾ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ബാക്കി കറ്റകളെല്ലാം എഴുന്നേറ്റ് നിന്ന് യോസഫിൻ്റെ കറ്റയെ നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നമസ്കരിക്കുന്നതായിരിക്കുന്ന വേറൊരു സ്വപ്നം. ഇവിടെ താൻ കണ്ടതായിരിക്കുന്ന സ്വപ്നം, ദൈവം കൊടുത്തതായിരിക്കുന്ന ദർശനം അങ്ങനെ തന്നെ സംഭവിക്കുക. അവിടെ സഹോദരന്മാർ ആ സ്വപ്നം കണ്ടപ്പോൾ അവർ പറഞ്ഞു, നീ ഞങ്ങളുടെ രാജാവാകുമോ എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തം, അവൻ്റെ വാക്ക് നിമിത്തവും അവരൊക്കെ അവനെ അധികം ദ്വേഷിച്ചു എന്നൊക്കെ നമ്മൾ ആ ഭാഗത്ത് നമ്മൾ വായിച്ച് പഠിച്ചതാണ്. ഇന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അല്ലേ, അപ്പനുൾപ്പെടെ ചോദിച്ച ഒരു കാര്യം, ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കുവാൻ വരുമോ എന്ന് അപ്പനും അവിടെ ചോദിക്കുന്നതായിരിക്കുന്ന കാര്യമുണ്ട്. അല്ലേ, സാഷ്ടാംഗം വീണ് നമസ്കരിക്കുവാൻ വരുമോ? അല്ലെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? സത്യത്തിൽ സാഷ്ടാംഗം വീണ് അവർ നമസ്കരിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാണ് എന്ന് ഒരു പ്രാവശ്യം കൂടെ യോസഫിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ ഇന്ന് കർത്താവ് ഇടയാക്കിയതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സഹോദരന്മാർ വന്നിങ്ങനെ നമസ്കരിക്കുമ്പോൾ യോസഫ് അവരെ തിരിച്ചറിയുകയാണ്. പക്ഷേ സഹോദരന്മാർക്ക് അവനെ മനസ്സിലായില്ല. കാരണം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളുടെ സമയമെടുത്തു. കാരണം 17 വയസ്സുള്ളപ്പോഴാണ് അടിമയായിട്ട് വിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 30-ാമത്തെ വയസ്സിലാണ് നമ്മൾ
കഴിഞ്ഞ അധ്യായത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കി 30-ാമത്തെ വയസ്സിലാണ് അവിടെ താൻ ഈ കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞ് ഒരു 13 വർഷത്തെ തൻ്റെ ആ ഒരു പീഡന സമയമെന്ന് നമുക്ക് പറയാം, അതെല്ലാം കഴിഞ്ഞ് താൻ ഒരു വലിയ പദവിയിലേക്ക് വരുന്നത് ഈ 13 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് അപ്പോൾ തൻ്റെ 30 വയസ്സായി. അപ്പോൾ ആ 30-ാമത്തെ വയസ്സും കഴിഞ്ഞ് പിന്നെ നമുക്കറിയാം 7 വർഷം ദേശത്ത് വളരെ സമൃദ്ധി ഉണ്ടായിരുന്നു. ആ സമൃദ്ധിയിൽ ആണ് ജോസഫ് ഈ ധാന്യമെല്ലാം ശേഖരിച്ചത്. ഇപ്പോൾ അവിടെ ദാരിദ്ര്യം അല്ലെങ്കിൽ ആ ഫാമിൻ അവിടെ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ വയസ്സ് ഏകദേശം കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 37 വയസ്സ് എങ്ങനെയായാലും ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രായം ഇത്രയും ഒരു സമയം ഓൾമോസ്റ്റ് ഒരു 20 വർഷം അവർ 17 വയസ്സിൽ അവർ വിറ്റ് കളഞ്ഞ് 20 വർഷം അവർ കണ്ടിട്ടില്ല. അപ്പോൾ തന്നിൽ വന്നതായിരിക്കുന്ന ചേഞ്ച് ഈ പദവിയിലിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത പോലും ഒരിക്കൽ പോലും വരത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇവർക്ക് ഒരിക്കലും ജോസഫിനെ മനസ്സിലാക്കുവാനായിട്ട് പറ്റുമായിരുന്നില്ല. പക്ഷേ ജോസഫിന് ഇവരാരാന്നുള്ളതൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് വായിച്ചു കഴിയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവർ വിളിക്കുന്നതൊക്കെ യജമാനനെന്നാണ് അല്ലേ. നിങ്ങൾ ദേശത്തിൻ്റെ ഒറ്റുകാരാണോ എന്ന് ചോദിക്കുന്നു. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ജോസഫ് അല്പം റൂഡായിട്ടാണോ അവിടെ പെരുമാറുന്നത് എന്നൊക്കെ നമുക്ക് തോന്നുവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതായിരിക്കുന്ന ഒരു കാര്യം, താൻ അങ്ങനെ ഒരു റൂഡായിട്ടൊന്നും അല്ല പെരുമാറിയത്. താൻ മാറിപ്പോയിരുന്ന് കരയുന്നതായിരിക്കുന്ന ഭാവങ്ങളൊക്കെ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റുകാരായിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ അവർ പറയണ അല്ല, ഞങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്, ഞങ്ങൾ ഒരപ്പൻ്റെ 12 മക്കളാണ് എന്നുള്ളതായിരിക്കുന്ന ചരിത്രങ്ങളെല്ലാം അവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ പറയുന്നുണ്ട്, എന്നിട്ട് പറയാം, ഞങ്ങളുടെ അപ്പൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ വരുന്നതാണ്, ഒരു സഹോദരൻ കൂടെയുണ്ട്, അവൻ അപ്പൻ്റെ അടുത്താണ് എന്നെല്ലാം പറഞ്ഞ് കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പറയുന്നു, ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വരണം, ഇവൻ വരാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പുറപ്പെടാൻ പറ്റത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവർ 3 ദിവസം അവരെ ജയിലിൽ അവിടെ ആക്കി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് 3-ാം ദിവസം യോസഫ് അവരോട് പറയുകയാണ്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യുവിൻ, നിങ്ങൾ പരമാർത്ഥികളാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ. അങ്ങനെ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം കൊണ്ടുപോകുവാൻ പറഞ്ഞ് ധാന്യം കൊടുത്തു വിടുന്നുണ്ട്. ശിമയോനെ പിടിച്ച് അവിടെ കിടത്തുന്നുണ്ട്. അപ്പോൾ ഇവരവിടെ മാറി നിന്ന് സംസാരിക്കുന്ന ഒരു സംസാരം വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യമാണ്. ശിംശോൻ ഇപ്പോൾ എവിടെ കിടക്കുന്ന? കാരാഗ്രഹത്തിൽ കിടക്കുക. ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആ സാഹചര്യത്തിൽ അവർ ഇങ്ങനെ പറയുകയാണ്, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മളോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടറിയും, അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നുവെന്ന് അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ രൂപൻ പറയാണ്, ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ, എന്നിട്ട് നിങ്ങൾ കേട്ടില്ല, ഇപ്പോൾ ഇതാ അവൻ്റെ രക്തം നമ്മോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സഹോദരന്മാർ തമ്മിൽ സംസാരിക്കുക ജോസഫിനെ കുറിച്ച്, പണ്ട് പൊട്ടക്കുഴിയിൽ ഇട്ട് കളഞ്ഞത്, പോത്തിഫറിന് വിറ്റ് കളഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ അവർ ഇവൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കും. എത്രയോ വളരെ വലിയ രീതിയിലാണല്ലേ ആ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. ദൈവം ചെയ്യുന്നതായിരിക്കുന്ന, അതാണ് കർത്താവ് പറയുന്നത്, യുദ്ധം ദൈവത്തിനുള്ളതാണ്, പ്രതികാരം എനിക്കുള്ളതാണ്. ദൈവമാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഏതൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ നാം കടന്നു പോയാലും ജോസഫിനെ പോലെ മിണ്ടാതിരിക്കുവാൻ നമ്മൾ റെഡിയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എങ്ങനെ കാര്യങ്ങൾ ആ ക്ലൈമാക്സിൽ എത്തിക്കണം എന്നുള്ളത് തമ്പുരാൻ നന്നായിട്ട് അറിയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം വെക്കുന്നതായിരിക്കുന്ന ചില സമയങ്ങളുണ്ട്. നമ്മൾ വിശ്വസ്തയോടെ ആയിരിക്കുന്നെങ്കിൽ ഇനിയുള്ളതായിരിക്കുന്ന ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലും പകർന്നു തരുവാൻ പരിശുദ്ധാത്മാവ് ശക്തനാണ് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. ഇത് അവിടെ നമ്മൾ കാണുമ്പോൾ 23-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, യോസഫ് അവരോട് സംസാരിച്ചത് ദിഫ്വാഷി മുഖാന്തരം ആയിരുന്നതുകൊണ്ട് അവൻ ഇത് ഗ്രഹിച്ചു എന്ന് അവർ അറിഞ്ഞില്ല. കാരണം ഇടയ്ക്കൊരു ട്രാൻസ്ലേറ്ററെ വെച്ചിട്ടാണ് യോസഫ്, കാര്യം മിസ്രൈമിലല്ലേ യോസഫ് ആയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവർ ഇസ്രായേൽക്കാരോട് സംസാരിക്കുന്നത്, അവരോട് സംസാരിച്ചത്, ഈ തൻ്റെ ജനത്തോട് തൻ്റെ സഹോദരന്മാരോട് സംസാരിച്ചത് ഇവിടുത്തെ ഭാഷയിൽ ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവന് മനസ്സിലായി എന്നുള്ള കാര്യമൊന്നും ഇവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവിടെ ജോസഫ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ അവരെ വിട്ട് മാറിപ്പോയി കരഞ്ഞു.
അല്ലേ, മാറിപ്പോയി കരയുക അല്ലേ. അവരെ കരയിപ്പിക്കുന്ന യോസഫിനെ അല്ല നമ്മൾ കാണുന്നത്, മറ്റുള്ളവരെ കരയിപ്പിക്കുന്ന ഒരു യോസഫല്ല അല്ലേ. ജീവിതത്തിൽ തനിക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ, തൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നപ്പോൾ, തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരിക്കൽ പോലും തനിക്ക് കരകയറാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നതായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ താൻ ഒത്തിരി കടന്നു പോയപ്പോഴും താൻ ആരെയും കരയിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല അല്ലേ. താൻ കരഞ്ഞു എന്നാണ് കാണുന്നത്. നമ്മൾ ഈ വചനത്തിൻ്റെ ഇനി നമ്മൾ താഴേക്ക് പഠിച്ചു കഴിയുമ്പോൾ 43-ാം അധ്യായത്തിൽ അനുജനെ കാണുമ്പോൾ പോയിരുന്ന് കരയുന്നുണ്ട്. 45-ാം അധ്യായത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയതായിരിക്കുന്ന സമയത്ത് അവിടെ കരയുന്നുണ്ട്. ഇങ്ങനെ ഒരു പല ആവർത്തി കരയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സഹോദരന്മാരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞെന്നും 50-ാം അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ യോസഫ് കരഞ്ഞു എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഒത്തിരി ഭാഗങ്ങളിൽ ജോസഫ് ഇങ്ങനെ ഇരുന്ന് കരയുന്നതായിട്ട് കാണാൻ പറ്റും. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം, താൻ ആരെയും കരയിപ്പിച്ചില്ല. പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒറ്റയ്ക്ക് മാറിപ്പോയിരുന്ന് കരഞ്ഞു, വെളിയിൽ വന്നു. പ്രശ്നം വരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരോട് എതിർത്ത് നിൽക്കാനല്ല കർത്താവിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നമ്മൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ ദൈവസന്നിധിയിൽ പോയിരുന്ന് കരഞ്ഞാൽ അല്ലേ, കണ്ണുനീരിന് മറുപടി നൽകുന്നതായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നുള്ള വചനം പോലെ അത് ദൈവം അതുപോലെ അവൻ്റെ ജീവിതത്തിൽ അത് ചെയ്തു കൊടുക്കുക. താഴേക്ക് പോന്നു കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം, അവർ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ യാക്കോബിൻ്റെ അടുക്കലെത്തി ഇവർ സംഭവങ്ങളെല്ലാം പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അപ്പം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ശിമിയോൻ അവിടെ ജയിലിൽ കിടക്കുന്നു, ജോസഫിനെ എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി എൻ്റെ ഒരു മോനുള്ളത് ബെഞ്ചമിന. ആ ബെഞ്ചമിനെ തിരിച്ചു കൊണ്ടുപോയാലാണ് ഇനി അവിടെ നിന്ന് നമുക്ക് ശിമിയോനും തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഈ സത്യം അവിടെ തെളിയിക്കണം, നമ്മളിങ്ങനെ ആണ് ഈ അപ്പൻ്റെ മക്കളാണെന്നുള്ള കാര്യമൊക്കെ അവിടെ തെളിയിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ യാക്കോബിന് തീരെ അത് ഇഷ്ടപ്പെടുന്നില്ല. യാക്കോബ് വളരെ ശക്തിയുക്തം അതിനോട് മറുത്ത് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ കാരണം കൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ്, എനിക്ക് നിങ്ങൾ ഭയങ്കരമായിരിക്കുന്ന രീതിയിൽ എനിക്ക് സ്ട്രെസ്സ് തരുന്നു എന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മകൻ നിങ്ങളുടെ കൂടെ പോരത്തില്ല. ആരത്? ബെഞ്ചമിൻ പോരത്തില്ല. അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി. ജോസഫിനെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം. അവനൊരുത്തനെ ഇനി ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങളെൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്നുള്ളതായിരിക്കുന്ന ഈ വാക്യം പറഞ്ഞാണ് ഈ 42-ാം അധ്യായം അവിടെ തീരുന്നത്. ഇനി 43-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്ന് വരുമ്പോൾ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പിന്നീട് ബെഞ്ചമിനെ കൊണ്ട് അവരങ്ങോട്ട് ചെല്ലുന്നതും കാണുന്നതും അവിടെ കെട്ടിപ്പിടിക്കുന്നതും കരയുന്നതും ഒക്കെ ആയിട്ടുള്ളതായിരിക്കുന്ന രംഗങ്ങളാണ്. പ്രിയമുള്ളവർ, ഇതെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതുപോലെ ഇന്ന് നമ്മൾ ജോസഫിനകത്ത് മെയിനായിട്ട് പഠിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വാഗ്ദത്തങ്ങളെ ദൈവം സമയത്ത് നിവർത്തിച്ചു. സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നത് കണ്ടതും അതുപോലെ തന്നെ അവിടെ അങ്ങനെ സംഭവിപ്പിക്കാൻ ദൈവം ഇടയാക്കിയത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ജോസഫിൻ്റെ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവരെ കരയിപ്പിച്ചില്ല. ആരുടെ അടുത്ത് മുഷിഞ്ഞ് ഒരു വാക്ക് പറയാതെ, ആർക്കും ആ ഒരു ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തൻ്റെ സഹോദരന്മാരോട് നമുക്കിനിയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ ഒത്തിരി നല്ല സ്വഭാവങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ ആരെയും കരയിപ്പിക്കാത്തതായിരിക്കുന്ന ഒരു ജോസഫിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ചത്. ആ വചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കേട്ട വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഞാൻ ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ.